TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ഓഗസ്റ്റ് 7 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന് ബെഥേസ്ത കൺവെൻഷൻ ഗ്രൗണ്ട്, കീരിക്കുഴി റോഡ്, തുമ്പമൺ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പത്തനംതിട്ടയിൽ ഓഗസ്റ്റ് 8 ശനി. അബാൻ ആർക്കേഡ്, അബാൻ ജംഗ്ഷൻ, കുമ്പഴ റോഡ്, പത്തനംതിട്ട. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേട്ട സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചല്ലോ. അത് കേൾക്കുമ്പോൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. അനവധി രോഗികൾ സൗഖ്യമായി, അനവധി പേർക്ക് അത്ഭുത വിടുതലുകൾ ലഭിച്ചു. അതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ വിളിച്ചറിയിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ തുടർഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്ന ദൈവവചനം പറയുമ്പോൾ, ദ്രവ്യാഗ്രഹത്തിലേക്ക് മനുഷ്യൻ വീണു പോകാതെ അമിതമായി യേശുവിൽ ആശ്രയിക്കുന്നതിന് പകരം പണത്തിൽ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് പിശാച് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പോകാതെ നമ്മൾ കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ ഇന്നലെ നമ്മളോട് കർത്താവിൻ്റെ ദാസനിൽ കൂടെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്തല്ലോ. തുടർന്ന് ഇന്നും അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അവനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടണം. അപ്പോൾ കർത്താവിൻ്റെ ബലം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വില പോവുകയില്ല. അങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിച്ച് ഒരു ജയകരമായ ജീവിതം ഈ ലോകത്ത് നമുക്ക് സാധ്യമാകും. അതിനെക്കുറിച്ച് ഇന്ന് കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കും. Fighting a good fight of faith. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. And that is why the book of Ephesians chapter 6 and verse 10 the Bible says, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. ഒടുവിൽ. Why is it called finally? എന്തുകൊണ്ടാണ് ഇത് ഒടുവിൽ എന്ന് പറയുന്നത്? Because Paul has taught something in the book of Ephesians. കാരണം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And then he says, തുടർന്ന് താൻ പറയുകയാണ്, finally, which means because of this, finally, അതുകൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് ഒടുവിൽ be strong in the Lord and the power of his might. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പോരാ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എല്ലാവരും കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ ആരിൽ? കർത്താവിലും പിന്നെ അവന്റെ അമിത ബലത്തിലും. Jesus wants strong, powerful children, men and women. യേശുവിന് താല്പര്യം ശക്തിയുള്ള ശക്തിമാന്മാരായ സ്ത്രീ പുരുഷന്മാരെയാ. That doesn't mean that he doesn't like weak people, never. അതിന്റെ അർത്ഥം തനിക്ക് ബലഹീനന്മാരോട് ഇഷ്ടമില്ല എന്നല്ല. His desire is തന്റെ ഹൃദയവാഞ്ച ഇതാണ്, that you should be strong in him and his might. നാം എല്ലാവരും അവനിലും അവന്റെ അമിത ബലത്തിലും ശക്തിയുള്ളവരാകണം. That whatever happens, എന്തെല്ലാം സംഭവിച്ചാലും. that is what word 11. അതുകൊണ്ടാണ് അതിന്റെ 11-ാം വാക്യം പറയാണ്, put on the whole armor of God that you will be able to stand against the tricks of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് പിശാചിന്റെ ആയുധം തോൽപ്പിക്കാൻ റെഡി അല്ല. തന്ത്രം പറഞ്ഞിട്ട് തന്ത്രം. ഹല്ലേലൂയ. തന്ത്രം എന്താ? മുതലെടുക്കുക.
തന്ത്രത്തിൽ അവന്റെ കൂടെ നടക്കുന്നത് സൂക്ഷിച്ചു വേണം. തന്ത്രശാലിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന പോലെ കാര്യം പറഞ്ഞ് തെറ്റിച്ചു കളയും. ദൈവം ആദാമിനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അന്ന് ഹവ്വ ഇല്ലായിരുന്നു. ഹവ്വയെ സൃഷ്ടിച്ച ശേഷം ഹവ്വ പോയി ആ ഫലം കണ്ടപ്പോൾ സാത്താൻ ചോദിച്ചു, വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഇത് തിന്നരുതെന്ന്? ദൈവം പറഞ്ഞത് എന്താ? ഹവ്വ പറഞ്ഞത് എന്താ? ഞാൻ ഓർക്കുക സാത്താൻ പറഞ്ഞു കാണും, എന്നാ തൊട്ട് നോക്കിക്ക് വല്ലതും കുഴപ്പം വരാം. തൊട്ടിപ്പം കുഴപ്പമൊന്നുമില്ല, എന്നാ ഇനി തിന്നുകയും കൂടെ ചെയ്തോളാൻ പറയും. വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ. നൗ ഡെവിൾ ഈസ് ട്രിക്കിംഗ്. നീ ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും. ഹവ്വ ഇപ്പോൾ ഇരിക്കുന്ന ആരെ പോലെയാ? ഇനിയിപ്പം ദൈവത്തെ പോലെ ആകാൻ വല്ലതും ചെയ്യണോ? അതുപോലെ വിശ്വാസിയുടെ അടുത്ത് ഒരാൾ വരുന്ന പറയുന്നത്, വിടുതൽ പ്രാപിക്കാൻ നമുക്ക് വീട്ടിൽ നിന്ന് 3 ദിവസം പിന്നെ ഇപ്പൊ എന്നാ പ്രാപിച്ചിരിക്കുന്നത്? അടുത്തിരിക്കുന്ന ആളെ ഞോണ്ടിക്കൊണ്ട് പറയണു, വേണ്ടാത്ത ഒന്നിനും പോകരുതെന്ന്. The word was tricked. The devil tricked Adam and Eve. പിശാച് ആദമിനെ ഹവ്വയെയും തന്ത്രപൂർവം കുടുക്കി. It was Eve he targeted. താൻ ഹവ്വയെയാണ് ലക്ഷ്യം വെച്ചത്. Because Eve did not hear the word. It was Adam who heard the word. കാരണം ഹവ്വയല്ല ദൈവവചനം കേട്ടത്, ആദം അത്രേ ദൈവത്തിന്റെ വചനം കേട്ടത്. If the devil would have come to Adam, Adam had the word in him which said, do not touch, do not eat. പിശാച് ആദമിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഈ വൃക്ഷഫലം തിന്നരുത് എന്ന ദൈവത്തിന്റെ വചനം അവൻ കേട്ടത് കൊണ്ട് അത് അവന്റെ ഹൃദയത്തിലുണ്ട്. Hallelujah. Hallelujah. The Bible says we are redeemed, we are justified, we are set free, but the devil will trick you by saying you are good for nothing. ദൈവവചനം പറയുന്നത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ വിടുവിക്കപ്പെട്ടു. എന്നാൽ പിശാച് പറയാ, നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. You are good for nothing. നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. I want to share something very important. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. We are good for nothing. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാ. Yes, true, it is good for nothing. അത് സത്യം തന്നെയാ, ഒന്നിനും കൊള്ളാത്തവരാ. But the blood of Jesus എന്നാൽ who has redeemed us is more precious than gold and silver. എന്നാൽ നമ്മെ രക്ഷിച്ച വീണ്ടെടുത്ത യേശുവിന്റെ രക്തം അത് പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയതത്രേ. My boldness to live, my boldness to think I will be great is not because of my prayer, not of my effort. It is because of the blood of Jesus that is speaking good things about me. എന്റെ ധൈര്യം ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ നല്ലവനാകും എന്നുള്ള ധൈര്യം എന്റെ വാക്കുകൾ കൊണ്ടോ എന്റെ വിശ്വാസം കൊണ്ടോ അല്ല, എന്നാൽ എന്നെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച യേശുവിന്റെ പുണ്യാഹ രക്തം അത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടത്രേ. Hallelujah. Hallelujah. In the Old Testament, പഴയ നിയമത്തിൽ if you read the book of Exodus, പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ you will find the shadow of the blood of Jesus Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു നിഴൽ രൂപം നിങ്ങൾ അവിടെ കാണും. If you look at Exodus 12:13, the Bible says, പുറപ്പാട് പുസ്തകം 12:13 when വേദപുസ്തകം പറയുന്നു, the Egyptians, the Israel was coming out of Egypt. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറത്തേക്ക് പുറപ്പെട്ടു വരുമ്പോൾ finally they are going to come out. അവർ വെളിയിൽ വരാൻ തുടങ്ങുകയാണ്. Hallelujah. Hallelujah. Pharaoh now says, I won't leave, but God has decided to set them free. ഫറവോൻ പറയാ, ഞാൻ അവരെ വിട്ടയക്കില്ല, പക്ഷേ ദൈവം അവരെ സ്വതന്ത്രരാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. So God says, അപ്പോൾ ദൈവം പറയുകയാ, slain a lamb, നിങ്ങൾ ഒരു ആടിനെ അറുക്കുക, and take the blood of the lamb, put on the lamppost and the side lintel. എന്നിട്ട് പറയുകയാണ്, ആ ആടിന്റെ രക്തമെടുത്ത് നിങ്ങൾ കട്ടളമേലും കുറുമ്പടികളുടെ മേലും അത് പുരട്ടുക എന്ന് പറഞ്ഞു. But when I pass, or when I come, ഞാൻ അവിടെ വരുമ്പോൾ, when I see the blood, ഞാൻ ആ രക്തം കാണുമ്പോൾ, I will pass over you. ഞാൻ നിങ്ങളെ മറികടന്നു പോകും. Hallelujah. Hallelujah. The Bible does not say, വേദപുസ്തകം ഇങ്ങനെയല്ല പറയുന്നത്, because of your prayer
I will set you free. നിങ്ങളുടെ പ്രാർത്ഥന മൂലം ഞാൻ നിങ്ങളെ വിടുവിക്കും. The Bible does not say, വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞില്ല. because of your anointing I will set you free. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. The Bible does not say, വേദപുസ്തകം ഇങ്ങനെ പറയുന്നില്ല. because you are good I will set you free. നിങ്ങൾ നല്ലവരായതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. The Bible says, വേദപുസ്തകം പറയുന്നു, when I see the blood I will set you free. ഞാൻ ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ സ്വതന്ത്രരായി വിട്ടയക്കും. Today let me tell you very clearly, ഇന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, even today ഇന്ന് we are sealed നമ്മുടെ not by the blood of a bull or a goat. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആട്ടുകൊറ്റന്റെയോ പശുക്കിടാവിന്റെയോ രക്തം മൂലമല്ല. We are sealed by the blood of Jesus Christ. യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. When God sees the blood of Jesus on you, ദൈവം യേശുവിന്റെ രക്തത്തെ നിന്റെ മേൽ കാണുമ്പോൾ he who will be into all the blessings. നിന്നെ അവൻ അനുഗ്രഹത്തിലേക്ക് നയിക്കും. That is why the blood says, അതുകൊണ്ട് അത് തന്നെയാണ് രക്തം പറയുന്നു. the blood of Jesus യേശുവിന്റെ രക്തം speaks, സംസാരിക്കുന്നു. speaks, അത് സംസാരിക്കുന്നു. speaks, അത് സംസാരിക്കുന്നു. speaks അത് സംസാരിക്കുന്നു. good things about you, നിന്നെ കുറിച്ച് നന്മ good പറയും. things about you, നിന്നെ കുറിച്ച് നന്മ good പറയും. things about you, നിന്നെ കുറിച്ച് നന്മ good പറയും. things about നിന്നെ you. കുറിച്ച് നന്മ പറയും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. കർത്താവേ എന്നോട് കരുണ തോന്നണേ, കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ട് യോഹന്നാൻ 1:9 പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ രക്തം സകല അനീതിയിൽ നിന്നും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി, കർത്താവേ ഞാൻ തെറ്റുകാരനാണ്, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയുന്ന സെക്കൻഡിൽ എൻ്റെ തോന്നലല്ല, പിന്നെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു രക്തത്താലാ ഞാൻ കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ടാ, that is why when Jesus came to this earth, അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ Jesus was walking towards John the Baptist. യോഹന്നാൻ സ്നാപകന്റെ അരികിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. John the Baptist shouted and said, യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. John 1:29, യോഹന്നാൻ 1:29, behold the lamb that will take away the sin of the whole world. കാൺമീൻ, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നവൻ വിളിച്ചു പറഞ്ഞു. The perfect sacrifice is coming. പൂർണ്ണതയുള്ള യാഗം ഇതാ വരുന്നു. The blood of Jesus, യേശുവിന്റെ രക്തം, the blood of Jesus യേശുവിന്റെ രക്തം is my boldness towards God. ഇതാണ് എന്റെ ദൈവസന്നിധിയിലുള്ള ധൈര്യം. Hallelujah. ഹല്ലേലൂയ. എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല അവിടുത്തെ പ്രശ്നം, ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ Hallelujah. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം. ദൈവം ഇസ്രായേലിനോട് വിടുവിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ നല്ല സ്വഭാവം കൊണ്ട്, അതുകൊണ്ടെല്ലാം അല്ല രക്ഷിക്കാൻ പോകുന്നത്. എൻ്റെ രക്തം, നീ ആടിൻ്റെ രക്തം അവിടെ പെരട്ടിയാൽ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, പുറപ്പാട് 12:13. ഞാനത് കാണുമ്പോൾ നിങ്ങൾ ഇട്ടേച്ചു പോകും എന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ പറയട്ടെ, അതിനേക്കാളും എന്ത് ശക്തമാ തൻ്റെ സ്വന്തം പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. പലപ്പോഴും പിശാചിന്റെ തന്ത്രം എന്താന്ന് ഞാൻ പറയാം. What is the wild trick of the devil? എന്താണ് പിശാചിന്റെ തന്ത്രം? I want to tell you a truth. ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുവാനാണ്. What God forgives, he forgets. ദൈവം ക്ഷമിക്കുന്നതിനെ മറക്കുന്നു. പഴയ ഫയൽ എടുത്തോണ്ട് വരുന്നവനല്ല എൻ്റെ കർത്താവ്. ആമേൻ. പഴയ ഫയൽ എടുത്തോണ്ട് വരുന്നവൻ പിശാചാ. ആമേൻ.
പഴയ കാര്യം പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിനെ കുറ്റബോധം ഇടാൻ പിശാച് വരുമ്പോൾ, നീ ഇന്നക്കാരനല്ലേ, ഇന്നക്കാരിയല്ലേ, അന്ന് കുഴപ്പക്കാരിയല്ലേ, എനിക്കറിയാം നിന്നെ എന്ന് പറഞ്ഞാൽ നീ അവിടുന്ന് ഓടരുത്. നീതി എൻ്റെ കവചം ഇട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി പിശാചിനോട് പറയണം, എൻ്റെ പഴയ കാര്യം പറയാൻ വന്നിരിക്കുകയല്ലേ, അന്ന് ഞാൻ നിന്റെ പഴയ കാര്യം പറയാം. ക്രൂശിൽ നിന്നെ പരസ്യ കോലമാക്കി, നിന്റെ ആയുധവർ പരസ്യ കോലമാക്കി നിന്നെ മുഴുവനായി തോൽപ്പിച്ച ചരിത്രം അങ്ങോട്ട് പറയാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, നമ്മുടെ തോറ്റ ചരിത്രം പിശാച് പറഞ്ഞ അവന്റെ തോറ്റ ചരിത്രം അങ്ങോട്ട് പറയണം. കണ്ടാൽ എന്താ? കണ്ടാൽ അവിടെ ഇവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുക. ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറാൻ ഒരു യോഗ്യതയുമില്ല. പക്ഷെ സംഘാടകർ നിങ്ങൾക്ക് ഒരു ബാഡ്ജ് തന്നു, ഒഫീഷ്യൽ VIP. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇതിനകത്തുള്ളതല്ല, നിങ്ങൾ കുഴപ്പക്കാരനാ, അവിടെ വന്ന കുഴപ്പം. പക്ഷെ കയറി വരുമ്പോ ബാഡ്ജ് കാണുമ്പോൾ സല്യൂട്ട് അടിച്ച് കയറ്റി വിടണം എന്ന് പറഞ്ഞതുപോലെ ദൂതന്മാരും സ്വർഗം മുഴുവൻ സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തെ കാണുമ്പോൾ പ്രാർത്ഥനയല്ല വിഷയം, നല്ല പ്രവൃത്തിയല്ല വിഷയം. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന് എല്ലാ കാര്യത്തിലും ഒരു പ്രാഗൽഭ്യമാണ്. കർത്താവെ, ഞാൻ തെറ്റ് ചെയ്തു, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണേ. പ്ലീസ് ജീസസ്, ക്ലെൻസ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ്. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. It will cleanse your conscience also. നിങ്ങളുടെ മനസാക്ഷിയെ പോലും അത് ശുദ്ധീകരിക്കും. പ്രാർത്ഥിച്ചു, ആ തോന്നൽ പോകുന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് തിരിഞ്ഞു നിൽക്കണം. കാര്യം പിന്നെ നിന്നെ കുറ്റപ്പെടുത്തുന്നത് പിശാച്. ഹൃദയത്തിൽ ഒരുവൻ മാനസാന്തരപ്പെട്ട്, കർത്താവെ ഞാൻ ചെയ്തത് തെറ്റാ, അങ്ങയുടെ രക്തത്താൽ കഴുകണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയല്ല, മറക്കുന്നവനാ എൻ്റെ കർത്താവ്. പിന്നെയും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണോ ആ വിഷയം എൻ്റെ അകത്തുനിന്ന് മാറുന്നില്ല, കുറ്റപ്പെടുത്തുക പിശാച്. തിരിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പിശാചെ പോന്ന് പറയണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വർഗീയ വിരുന്നിലെ വിശ്വാസികളോടും തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശ്വാസികളോടും ഞാൻ പറയുന്നത്, ഒരിക്കലും തല കുനിഞ്ഞ് നടക്കരുത്. സ്വർഗം ദാനമായി തന്നതാ യേശുവിൻ്റെ രക്തം. എൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, പിതാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അടുത്തിരിക്കുന്ന ആളിന് തൊട്ട് പറഞ്ഞിട്ട്, എല്ലാ അനുഗ്രഹത്തിന്റെ അവകാശിയാണ്, അവകാശം പ്രാപിക്കുക തന്നെ ചെയ്തോണം. Hallelujah. Hallelujah. And that is why, that is why the Bible says, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, the Lord wants to be strengthened in its might. അവന്റെ അമിത ബലത്തിൽ നാം ശക്തിപ്പെടുവാൻ ദൈവം പറഞ്ഞാൽ എന്നാൽ അസാധ്യമായതൊന്നുമില്ല. എന്നാൽ അസാധ്യമായതൊന്നുമില്ല. Hallelujah. Hallelujah. എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം. ഉറക്കെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. എവിടെ ചെന്നാലും തല കുനിച്ച് നടക്കരുത്. ഓർത്തോണം, ഒരു സംസാരിക്കുന്ന രക്തം മുദ്രയിട്ടിരിക്കുക നിങ്ങളുടെ മേലും എൻ്റെ മേൽ. ഏത് സ്ഥലത്ത് ചെന്നാലും ചെന്നോണം. ചെല്ലുമ്പോൾ വാതിൽ തുറക്കും. അവിടെ ഇല്ല, ആ സാറാണെങ്കിൽ അവിടെ ചെന്ന ഗെറ്റ് ഔട്ട് അടിക്കും. ആര് പറഞ്ഞു? ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെ, ബാക്കി എല്ലാവരും ചെന്ന ഗെറ്റ് ഔട്ടാ. പക്ഷെ നീ ചെല്ലുമ്പോൾ അവിടെ പ്രൊമോഷനാ. ഒറ്റയ്ക്കല്ല പോകുന്നത്, അവന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ജനം, ആർത്ത് വിളിക്കുന്ന ജനമാ, ജയോത്സവമായി നടക്കുന്ന ജനമാ. മുടിയനായ പുത്രൻ അപ്പന്റെ മുഴുവൻ സമ്പാദ്യവും തീർത്ത് പന്നിക്കൂട്ടത്തിലാ പോയി കിടക്കുന്നത്. പന്നിക്കൂട്ടത്തിൽ കിടക്കുമ്പോഴും
വാളവർ അവിടെ പന്നി തിന്നുന്ന ഭക്ഷണം പോലും കിട്ടുന്നില്ല. തൻ്റെ മനസ്സിൽ പോയി അപ്പൻ്റെ അടുക്കൽ ചെല്ലണം, അവിടെ ഒരു വേലക്കാരനെ പോലെ എങ്കിലും കഴിയണം. തൻ്റെ ഉള്ളിൽ മാനസാന്തരമാണ് ഉണ്ടായത്. മാനസാന്തരം എന്ന് പറയുന്നത് തീരുമാനമാണ്, തോന്നലല്ല, തീരുമാനമാണ്. ഞാൻ പഴയ വഴിയിൽ പോകത്തില്ല. കാര്യം എനിക്ക് പിടികിട്ടി, ഇനി വാളവരെ പോലും കിട്ടത്തില്ലെന്ന്. പക്ഷെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ അവിടുത്തെ ഒരു വേലക്കാരനെ പോലെ എങ്കിലും ഒന്ന് കഴിയാം. ആ പുത്രൻ തിരിച്ചു വരുക. വചനം പറയും, ദൂരവേ അവനെ കണ്ടപ്പോൾ അപ്പൻ ഓടിച്ചെന്നു, ആലിംഗനം ചെയ്തു, വീട്ടിൽ കയറ്റിക്കൊണ്ടുവന്ന് പറഞ്ഞു, അവന്റെ പഴയ വസ്ത്രം മാറ്, പുതിയതിട്. ഹല്ലേലൂയ, പുതിയതിട്ടു. കാളെ അറുത്തു. പിന്നെ ഏറ്റവും ബെസ്റ്റ് കാര്യം, ആ മോതിരം എടുത്ത് അവനെ ഇടിച്ചു, ആ ചെരുപ്പ് അവനെ ഇടിച്ചു. ഹല്ലേലൂയ. ആള് പാർട്ടി ഏതാന്ന് പിടി കിട്ടിയോ? നമ്മൾ നോക്കിയാൽ നമ്മൾ പറയും, ഇവനെ അറിയാവോ, ഇവനാ മറ്റേ പാർട്ടി, ആ വാളവരെ തിന്നാൻ പോയ പാർട്ടി. പൊറേ പറച്ചിലേ നടക്കത്തുള്ളൂ, മോഹം നോക്കി പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ അധികാരത്തിന്റെ മോതിരമായിട്ടും ചെരുപ്പായിട്ടും നടക്കുന്നത്. അവൻ കവലയിൽ വന്നാൽ മുടിയനായ പുത്രൻ ആരും വിളിക്കാൻ ധൈര്യപ്പെടുത്തില്ല. അന്റെ കാര്യം അപ്പന്റെ മോതിരായിട്ടിരിക്കുന്ന. ഇവന്റെ മനസ്സിൽ കാണും അവൻ പഴയ പാർട്ടിയാന്ന്. പക്ഷെ നാട്ടുകാർക്കൊന്നും ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത നിലയിൽ അപ്പന്റെ ചെരുപ്പും അപ്പന്റെ മോതിരവും അപ്പന്റെ വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവനെ എതിർക്കുന്നവർ പോലും അവന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഇന്ന് പകൽ സഭയോടെ ഞാൻ പറയാം, ചെറിയ പദ്ധതിയല്ല. സർവ ആയുധവർഗം നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പരിശുദ്ധാത്മാവ് എന്ന മോതിരം ഇടിച്ച് നിന്നെ ദേശത്തിലൂടെ നടത്തുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ തകർക്കാൻ നോക്കിയ പിശാചിന്റെ മുമ്പിൽ നിന്നെ ഉയർത്താതെ കർത്താവ് വിടത്തില്ല. അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, അവരൊരു നാളും ലജ്ജിക്കത്തില്ല. കർത്താവിൻ്റെ ബലത്തിൽ നമ്മൾ ആശ്രയിച്ച് അവൻ്റെ ബലത്തിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജയം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രോഗികൾക്ക് ആ രോഗത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള അവസരമാണ്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ, പണമില്ലാതെ ഞെരുങ്ങുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. കടഭാരം മൂലം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. അതുപോലെ തന്നെ പണം കടം കൊടുത്തിട്ട് നാളുകൾ തിരിച്ചു ചോദിച്ചിട്ടും തിരികെ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അവരോട് പിണങ്ങി, അവർ നിങ്ങൾക്ക് തരേണ്ട പണമാണ്, പക്ഷേ അവർ തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് അല്പം ദേഷ്യമൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ പ്രിയ സഹോദര സഹോദരി, അവർക്ക് തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ലേ അത് തരാൻ പറ്റാത്തത്, അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ. അതൊന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ഹൃദയം നിറഞ്ഞൊന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഉറപ്പ് തരിക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പണം തിരികെ ലഭിക്കും. അത്ഭുത വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. ആ പണം തരാനുള്ളവർ നിങ്ങൾക്ക് ആ പണം തിരിച്ചു തരുന്ന അത്ഭുത വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുക. ഉറപ്പല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. പ്രിയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പണം കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പണം കൊടുക്കുവാനുള്ള വ്യക്തികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആ വ്യക്തികളുടെ കയ്യിൽ അവിടുന്ന് സമൃദ്ധി കൊടുക്കണം. ഈ വാങ്ങിച്ച പണം മടക്കി നൽകുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക, ആ പണം തിരികെ ലഭിക്കണം. ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ കൈകളിൽ ആ പണം മടക്കി ലഭിക്കുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. കാൽമുട്ടുകൾക്ക് വേദനയായി, നീരായി, കാൽമുട്ട് നിലത്ത് കാല് കുത്തുമ്പോൾ വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു.
ബെഡ് റിഡനായി കിടക്കയിൽ ശരണം പ്രാപിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്ധികളിൽ വേദന, ഇടുപ്പല്ലിന് പ്രത്യേകം ആ സന്ധിയിൽ വേദനയായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോൺ മാരോ ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ, വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ കൽപ്പിക്കുക. കർത്താവെ, സ്തോത്രം. അവിടുന്ന് അത്ഭുത മന്ത്രിയാ, അവിടുന്ന് അത്ഭുതം ചെയ്യുന്നവനാ. കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്ന അധികാരത്തിനായി നന്ദി. ആ അധികാരത്താൽ ഇന്ന് രോഗികൾ സൗഖ്യമാക്കിയതിനായി നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, അത്ഭുതം നടന്നു കഴിഞ്ഞു. ആ പണം തിരികെ ലഭിക്കുന്ന ഫോൺ കോൾസ് നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. ആ മേടിച്ചവർ അവർ നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് ആ പണം തരും. ഒട്ടും സംശയിക്കേണ്ട, കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. റീച്ച് വേൾഡ് വൈഡിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തി വരുന്ന ഭക്ഷണ വിതരണ പദ്ധതിയെ നമ്മൾ ഒരിക്കൽ കൂടെ അല്പം കൂടെ വിപുലീകരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ സിഗ്നൽ നൽകിക്കഴിഞ്ഞു. ആ പ്രവർത്തനം ഉടനെ തന്നെ വ്യക്തികളിലേക്ക് സഹായമായിട്ട് വരും. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ഓഗസ്റ്റ് 7 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന് ബെദേസ്ത കൺവെൻഷൻ ഗ്രൗണ്ട്, കീരിക്കുഴി റോഡ്, തുമ്പമൺ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പത്തനംതിട്ടയിൽ ഓഗസ്റ്റ് 8 ശനി. അബാൻ ആർക്കേഡ്, അബാൻ ജംഗ്ഷൻ, കുമ്പഴ റോഡ്, പത്തനംതിട്ട. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे